നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു നട്ടയം വ്ളോഗാണ്. ഞാനിന്ന് നട്ടയത്തേക്ക് പോവുകയാണ്. വേദ വരുന്നില്ല. വേദ മിനി ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കുക കേട്ടോ. എൻ്റെ മുടിയൊക്കെ ഒന്ന് നോക്കിയോ, ഫുൾ പോയി കഷണ്ടി കയറിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എൻ്റെ മോന്തയൊക്കെ ഇരിക്കുന്നത് നോക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും നട്ടയത്തേക്ക് പോവാം. ഞാൻ സ്കൂട്ടറിലാണ് നട്ടയത്ത് പോകുന്നത്. കാരണം എനിക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ കാറിൽ പോയാൽ അത് നടക്കത്തില്ല. സാറ്റർഡേ സൺഡേ ആയാലും സത്യം പറഞ്ഞാൽ നട്ടയത്ത് അങ്ങ് പോകലാണ് പതിവ്. ഫ്രൈഡേ വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങ് പോവും. പിന്നെ മൺഡേ മോർണിംഗ് വേദ സ്കൂളിൽ വിടുന്ന കണക്കാക്കിയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ആട്ടം നിൽക്കുകയാണെങ്കിൽ ചില സാറ്റർഡേ സൺഡേസൊക്കെ മടിക്കും. എനിക്കൊന്ന് മിനി ആൻറ്റിയുടെ വീട് വരെ പോകണമായിരുന്നു. അവിടെ പോയിട്ടാണ് ഞാൻ നേരെ നെട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് എന്നോട് മീൻ വാങ്ങിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയൊരു ചൂരയൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. ഇന്ന് നെട്ടയത്ത് ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് ആരാന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മീനും മരിച്ചിനിയും ഒക്കെ വാങ്ങിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ അച്ഛന് കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം നെട്ടയത്ത് പോകുന്നത്. അപ്പോൾ രാവിലെ ചെല്ലുമ്പം തന്നെ എന്നോട് മീനെല്ലാം അവിടെ എത്തിച്ചേക്കണമെന്ന് പറഞ്ഞു. കാരണം എങ്കിൽ രാവിലെ നമുക്ക് ജോലികളെല്ലാം ഒതുക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ഒരു ചൂരയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. മീനൊക്കെ വളരെ കുറവ്, അയല അങ്ങനെയൊക്കെയുള്ള മീനേ ഉള്ളൂ കേട്ടോ. ചൂര ഈ ഒരു ആൻറ്റിയുടെ മാത്രമാണ് ഉണ്ടായിരുന്നത്. വരുന്ന ആൾക്ക് ചിക്കനെക്കാട്ടി മീനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് മീൻ അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചൂര മീൻ തന്നെയാണ് എപ്പോഴും നല്ലത്. ചൂര, പിന്നെന്ത് മീനാണ്, കുഞ്ഞു മീനൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി എപ്പോഴും ചൂര തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ. അതുകൊണ്ടാണ് ചൂര തന്നെ അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് കരുതിയത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ തിരുമല ഭാഗത്താണെങ്കിൽ 4 സൈഡിലും മീൻ കിട്ടും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ ഇതുപോലുള്ള ആൻറ്റിമാർ കൊണ്ടുവച്ചുകൊണ്ടിരിക്കും. നല്ല മീൻ കിട്ടും. നമ്മൾ സ്ഥിരം വാങ്ങുന്നവരെന്തോ പള്ളിയിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് വേറൊരു ആൻറ്റിയുടെ നിന്ന് വാങ്ങിയത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. പക്ഷേ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും കൊണ്ടുവരുന്നത് മീൻ. പക്ഷെ നമ്മൾ സ്ഥിരം വാങ്ങുന്നവരാണെങ്കിൽ ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴേ അവർ വരും, വെട്ടി വൃത്തിയാക്കിയൊക്കെ തരും കേട്ടോ. അവരിന്ന് ഇല്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചേക്കാമെന്ന് കരുതിയത്. ആ ആൻറ്റിയോട് ചൂര ഒന്ന് വൃത്തിയാക്കി തരാൻ പറഞ്ഞപ്പോൾ ആ ആൻറ്റി വേറെ മീനൊക്കെ എടുത്ത് വെച്ചിട്ട് പതിയെ ചെയ്ത് തരുള്ളൂ കേട്ടോ. കാരണം വേറെ ആർക്കെങ്കിലും വന്നാൽ അവിടെ മീനുള്ള കാര്യം അവർ കാണണമല്ലോ. അതുകൊണ്ട് പിന്നെ മീനൊക്കെ പറക്കി വെച്ചിട്ടാണ് ആ ചൂര വെട്ടി തന്നത്. വെട്ടിയെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊന്നും തന്നില്ല. ഇതിന് ജസ്റ്റ് ഒന്ന് വട്ടം വെട്ടി ഇങ്ങനെ അങ്ങ് തന്നു. വീട്ടിൽ ചെന്നിട്ട് അമ്മയാണ് എൻ്റെ തോടെല്ലാം ഉരിച്ച് നല്ല വൃത്തിയാക്കി എടുത്തത് കേട്ടോ. വൃത്തിയാക്കി തന്നിരുന്നുവെങ്കിൽ നല്ല എളുപ്പമായിരുന്നു. ഇപ്പോൾ എല്ലാവരും വൃത്തിയാക്കി തരും. പക്ഷെ അവരെന്ത് വൃത്തിയാക്കി തന്നില്ല. വെറുതെ വട്ടം വെട്ടി തരട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു. പിന്നെ മീനും വാങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 10 മണിയായി കേട്ടോ. ധൃതി പിടിച്ച് നേരെ പോയി. അപ്പോഴേക്കും വീണ്ടും അമ്മയുടെ കോൾ വരുന്നുണ്ട്. മുരിങ്ങക്കായും മുളകും ഒക്കെ വാങ്ങിച്ചിട്ട് വരണമെന്ന്. അങ്ങനെ തിരുമലയുള്ള ഒരു കടയിൽ, നമ്മൾ സ്ഥിരം പച്ചക്കറിയൊക്കെ വാങ്ങുന്ന കടയിൽ കയറി മുരിങ്ങക്കായും മുളകും ഒക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ എന്നോട് ചോദിച്ച് എന്ത് മീനൊക്കെ വാങ്ങിച്ചാൽ? ഞാൻ പറഞ്ഞു ആ മീൻ വാങ്ങിച്ചു. എന്തോ മീൻ വാങ്ങിച്ച്? ഞാൻ പറഞ്ഞു ചൂര മീൻ വാങ്ങിച്ചേട്ടാ. ഉടങ്കല്ലി മുളകുണ്ടോ? ഉടങ്കല്ലി മുളകില്ല. ഞാൻ പറഞ്ഞു ഉടങ്കല്ലി മുളകില്ലാതെ എങ്ങനെ ചൂര മീൻ വയ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ചോദിച്ച് മാങ്ങ ഇല്ലാതെ എങ്ങനെ മീൻ വയ്ക്കും? ഇതോ ആ ചാക്കിൽ മാങ്ങ ഇപ്പോൾ വന്നതേ ഉള്ളൂ, നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങ ഒരെണ്ണം എടുത്താണ് മീനിലിടാമെന്ന് പറഞ്ഞു. പിന്നെ ശരി, ചേട്ടൻ്റെ ഒരു സംസാരം കേട്ടപ്പോൾ ശരിയാണല്ലോ, പച്ചമാങ്ങ കൂടി മീനിലിട്ട് വയ്ക്കാം എന്ന് പറഞ്ഞാൽ മാങ്ങ കൂടി ഒരെണ്ണം എടുത്തേ. പക്ഷെ ഉടങ്കല്ലി മുളക് ചോദിച്ചിട്ടില്ല. പോകും വഴിക്ക് ഞാൻ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും ഉടങ്കല്ലി മുളക് ഉണ്ടാകും. അങ്ങനെ അവിടെ കയറിയപ്പോഴും ഇല്ല. അവിടെ ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി രാവിലെ വരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി രാവിലെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കാതെ വീട്ടിൽ പോയി. എന്നാൽ എൻ്റെ വീട്ടിൽ കുറച്ച് കിടന്നു, അത് എടുത്തുകൊണ്ട് പോകാനുള്ളതായിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ മാങ്ങായും മുരിങ്ങക്കായും പച്ചമുളകല്ല സാമ്പാർ മുളകും ഒക്കെ വാങ്ങിച്ച് പോയി. ട്രിവാൻഡ്രത്ത് ഈ സാമ്പാർ മുളകും ഈ മുരിങ്ങക്കായൊക്കെ മസ്റ്റായിട്ട് മീനിലിടും. മുരിങ്ങക്ക മസ്റ്റായിട്ടിടും. ചിലർക്ക് അത് ഇഷ്ടമേ അല്ല ട്രിവാൻഡ്രം കഴിഞ്ഞാൽ. പക്ഷേ അതൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. എന്തായാലും അമ്മ പറഞ്ഞ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ നെട്ടയം വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛനുള്ള പരിപാടികൾ എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഒട്ടുപാലില്ലേ, ഒട്ടുകയറ എന്നൊക്കെ ട്രിവാൻഡ്രത്ത് പറയും. ഒട്ടുകയറ വിൽക്കാനായിട്ടുണ്ട്. ആക്രി കുറേ പറക്കി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ അതെല്ലാം കൂടി കൊടുക്കണം. അപ്പോൾ കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് ഗസ്റ്റിനെ വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഗസ്റ്റ് ആരാന്നുള്ളത് ഞാൻ പറയാവേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാണ്. ഒരു ലോഡ് ഇഡ്ഡലി സാമ്പാറും ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിയെന്ന് പറയുന്നുണ്ട്. ഇത് കടലപ്പായസം വെക്കുന്ന ബഹളമാണ് കേട്ടോ. കടലപ്പായസം വെച്ചുകൊണ്ടേ നിൽക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ ജോലികൾ ചെയ്യട്ടെ. ഞാനും അച്ഛനും ചീമയും കൂടി ഇറങ്ങി ആക്രി വിൽക്കാനും ഒട്ടുകയറ വെക്കാനുമായിട്ടൊക്കെ ഇറങ്ങി. നേരെ നമ്മൾ വട്ടിയൂർക്കാവിൽ ഒരു സ്ക്രാപ്പ് ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് നേരെ ഒട്ടുകയറ വെക്കാനായിട്ട് പോയത്. അപ്പോൾ ആക്രി വിറ്റതിന് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ എത്ര രൂപ കിട്ടിയാന്തോ അച്ഛൻ്റെ
400 രൂപ അടുപ്പിച്ച് കിട്ടി കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. നമ്മുടെ ഈ തേങ്ങ ചിരണ്ടിയിട്ടുള്ള ചിരട്ടയില്ലേ, ചിരട്ട കൊടുത്താൽ 1 കിലോയ്ക്ക് 22 രൂപ എന്തോ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനത്തെ അറിഞ്ഞൂടെങ്കിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ 1 കിലോയ്ക്ക് 22 രൂപ വെച്ച് കിട്ടും. ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ചിരട്ടയ്ക്ക് കേട്ടോ. സൂക്ഷിച്ച് വെച്ചാൽ ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ആക്രി എടുക്കാൻ പറ്റുന്ന ചേട്ടന്മാർക്ക് കൊടുത്താൽ നല്ല പൈസ കിട്ടും. അത് കഴിഞ്ഞ് വിളപ്പിശാലയാണ് നമ്മൾ ഒട്ടുകറ, ഷീറ്റ്, ഒട്ടുപാലൊക്കെ കൊടുക്കുന്നത്. അത് കൊടുക്കാനായിട്ട് വിളപ്പിശാല വന്നു. അത് കൊടുത്തപ്പോഴും അച്ഛന് കാശ് കിട്ടി കേട്ടോ. അച്ഛൻ ഇന്ന് ഭയങ്കര കോടീശ്വരനാണ്. കുറച്ച് പൈസ എന്ത് കിട്ടുള്ളൂ, ബാക്കി അക്കൗണ്ടിൽ വരുമെന്ന് തോന്നുന്നു. ഒരു കിളി വന്നിരുന്ന് ഞാൻ വോയിസ് ചെയ്യുമ്പോൾ ഭയങ്കര വിളി കേട്ടോ. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതിനെ ഓടിച്ചു വിട്ടിട്ട് പോകുന്നില്ല. അതെന്ത് കിളിയാണ്, ആ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? അല്ല, ഫുൾ പൈസ അച്ഛന് കിട്ടിയെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ വിളിക്കാനായിട്ട് പോവുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ മിനി ആൻറ്റി തന്നെയാണ് ഗസ്റ്റായിട്ട് വരുന്നത്. ചീമയെ കാണാൻ വരുന്നതാട്ടോ. അപ്പോൾ ആൻറ്റി ഇന്ന് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി ഞാനിങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ ആൻറ്റി പോകുന്ന വഴിക്ക് ആൻറ്റിയെ കൂട്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ ആൻറ്റി ഊബറൊക്കെ വിളിച്ച് വരണം. അതുകൊണ്ട് തിരിച്ച് പോകുമ്പോൾ ആൻറ്റിക്ക് ഊബർ വിളിച്ച് പോവാം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാറും കൊണ്ട് വരാം, ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആൻറ്റി നമ്മുടെ കൂടെ വരുന്നത്, ചീമയെ കാണാൻ വരുന്നതാണ്. അപ്പോൾ വേദയും ആൻറ്റിയുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ എൻ്റെ കൂടെ വരാണ്ട് കയറി നിന്നത് കേട്ടോ. അങ്ങനെ ആൻറ്റി പതിയെ ദേ ഇറങ്ങി വരികയാണ്. ഞാനങ്ങ് മുകളിൽ കാറ് കയറ്റിയില്ല, അവിടെ ഇട്ട് തിരിക്കാനും എടുക്കാനും ഒക്കെ വലിയ പാടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ താഴെ കാറ് തിരിച്ചിട്ടിട്ട് അവരെ വിളിച്ചപ്പോഴേക്കും അവരിങ്ങോട്ടേക്ക് വന്നു. ആൻറ്റിയും തേനും ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട്. തേനുവിൻ്റെ അമ്മയൊക്കെ അങ്ങ് അവർ കൊല്ലത്താട്ടോ. തേനുവിൻ്റെ അച്ഛൻ്റെ വീട് കൊല്ലത്താണ്, അവിടെയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് വരണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചീമ എങ്ങും വിളിച്ചുകൊണ്ട് വന്ന ശേഷം വരാടി എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് ചീമ വിളിച്ചുകൊണ്ട് വന്നല്ലോ. ഇനിയിപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആൻറ്റിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത്. ആൻറ്റി പറഞ്ഞ് എന്നെ ഗസ്റ്റായിട്ട് കണക്കാക്കരുത്, ഞാൻ നിങ്ങളിൽ ഒരാളാണ്, അതുകൊണ്ട് ഗസ്റ്റായിട്ട് കണക്കാക്കരുത്. ആൻറ്റി അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്നൊക്കെ വന്നപാടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പിന്നെ കിച്ചണിലൊന്നും കയറ്റില്ല. വേറെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. പായസമായി, മീൻ വെച്ചു, കപ്പ മാത്രമേ വയ്ക്കാനായിട്ടുള്ളൂ. ആൻറ്റി ഏതാണ്ടൊക്കെ ചീമയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡയറി മിൽക്കും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഫ്രൂട്ട്സ് ഒക്കെ അല്ലേ വാങ്ങിച്ചിട്ട് പറഞ്ഞത്. ഡയറി മിൽക്കും ഐസ്ക്രീമും നട്ട്സും ഒക്കെ കണ്ടപ്പോൾ ചീമയ്ക്ക് ഒരു സന്തോഷം. ഹായ് ഡയറി മിൽക്ക്, ഹായ് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് ചീമ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കേട്ടോ. ചീമയ്ക്കൊപ്പം ചീമ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, നമ്മളും കഴിക്കുമല്ലോ. ഈ ഫ്രൂട്ട്സ് പൊതുവേ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പിന്നെ കഴിക്കണമല്ലോ എന്ന് കരുതി കഴിക്കുന്നു എന്നല്ലാണ്ട് വലിയ കഴിപ്പൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ചീമയ്ക്കൊക്കെ നിർബന്ധമായിട്ട് കഴിച്ചേ ഈ സാഹചര്യത്തിൽ പറ്റത്തുള്ളൂ, അതുകൊണ്ട് കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരു ഗർഭിണി വീട്ടിലുള്ളപ്പം കൂടുതലും ഫ്രൂട്ട്സ് തന്നെയാണല്ലോ വാങ്ങിച്ചിട്ട് വരുന്നത്. ആൻറ്റി ആപ്പിളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ ആൻറ്റിയെ സ്വീകരിക്കുന്ന ബഹളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയില്ലേ, പായസവും റെഡി ആയിട്ടുണ്ട്, മീനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചക്ക വെച്ചു, മീൻ വെച്ചു, ഇനി അമ്മ കപ്പ കൂടി വയ്ക്കുകയാണ്. ചീമയ്ക്ക് ഡയറി മിൽക്ക് വേറെ വാങ്ങിച്ചിട്ട് വന്നു, വേദയ്ക്ക് വേറെ വാങ്ങിച്ചിട്ട് വന്നു. വേദ അപ്പോൾ തന്നെ ഡയറി മിൽക്കിനെ പൊട്ടിച്ച് തേനും വേദയും കൂടി ഇങ്ങനെ കഴിക്കുക കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി കളിക്കാനൊക്കെ പോയി. കളിച്ച് കുറേ സമയം കഴിഞ്ഞപ്പോൾ രാവിലെ മുതൽ ഞാനൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് കപ്പയും മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കണ്ടേ, ആഹാ, ഒരു ഉടങ്കലും മുളകൂടെ ചൂരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. അങ്ങനെ ഞാൻ കഴിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ കപ്പയുടെ ആയെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ ഇരിക്കാമെന്നും പറഞ്ഞ് ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പായസം കുടിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഷുഗർ കട്ടല്ലേ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ചീമ പറയുന്നത്, എന്തിനാണ് ഈ ഷോ, നീ എന്തായാലും കുടിക്കുമെന്നറിയാം, വേണമെങ്കിൽ എടുത്ത് കുടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റിയുടെ പായസം കുടിച്ച് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയണ കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് കൺട്രോൾ പോയി കേട്ടോ. ഞാൻ പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് കുറച്ച് പായസം ടേസ്റ്റിനായിട്ട് കുടിച്ചു. നല്ല പായസമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഈ ഷുഗർ കട്ട് സമയത്ത് ശർക്കരയും ഹണിയും തേനും ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന്. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ്. ഷുഗർ കട്ട് സമയത്ത് അത് ഉപയോഗിച്ചാലും നമ്മുടെ ഷുഗർ ലെവൽ കൂടാറുണ്ട്, അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോങ് ഫ്രൂട്ട് സ്വീറ്റ്നറോ പിന്നെ സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടൊരു നാച്ചുറൽ സ്വീറ്റ്നറോ ഉണ്ട്. അത് രണ്ടും നല്ലതാട്ടോ, അത് രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ചെറുതായിട്ട് പായസം കുടിച്ചിട്ടുണ്ട്. പിന്നെ ഷുഗറിൻ്റെ അത്രയും ഡേഞ്ചറല്ല ജാഗറി, നമ്മുടെ ശർക്കര പഞ്ചസാരയുടെ അത്രയും ഡേഞ്ചറല്ല. അതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിശ്വസിക്കാൻ. കഴിക്കാണ്ടിരുന്നാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ പിക്കിളിന് ഭയങ്കര നല്ലൊരു പ്രൊമോഷൻ കൊടുത്ത സ്ഥിതിക്ക് അമ്മയ്ക്ക് ഈ ജോലി തിരക്കിനിടയിൽ വീഡിയോ അപ്ലോഡായ സമയം മുതൽ നിറയെ പിക്കിളിന് ഓർഡർ വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം പിന്നെ ഒരു ഡയറിയിൽ ഞാനും
ചീമയും കൂടി നോട്ട് ചെയ്ത് വെച്ച്, അമ്മയ്ക്ക് സമയമില്ല അത് നോക്കാനായിട്ട്. പിന്നെ എല്ലാം നോട്ട് ചെയ്ത് വെച്ച് ആ ഓർഡേഴ്സ് എല്ലാം മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മ ഒന്ന് ഡള്ളായിരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിറയെ ഓർഡേഴ്സ് അമ്മയ്ക്ക് വരാറുണ്ട് പിക്കിളിന്. അതൊരുപാട് സന്തോഷമുള്ള കാര്യം കേട്ടോ. പക്ഷേ ആ ഓർഡർ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് വരുന്ന ഓർഡർ അമ്മയ്ക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റാത്ത അത്രയും ഓർഡർ വരും. പക്ഷെ എല്ലാം അമ്മ ചെയ്ത് കൊടുക്കും കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്ത് എല്ലാവർക്കും ഒക്കെ കൊടുക്കുന്നത് ഇഷ്ടമാണ്. അതിപ്പോൾ മറ്റുള്ള സാധനങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്ത് പല സ്ഥലങ്ങളിൽ അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന പോലെ അമ്മ ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതൽ ഓർഡേഴ്സ് എല്ലാം പുറത്ത് പോകുന്നവർ, അബ്രോഡ് നിൽക്കുന്നവരും ഒക്കെയാണ് വാങ്ങുന്നത്. കുട്ടികൾക്ക് കൊടുത്തു വിടാനും അബ്രോഡൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാരാണ് കൂടുതലും വാങ്ങുന്നത്. ഗൾഫിലൊക്കെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ US, കാനഡ, UK അങ്ങനെ പല പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് അമ്മ കൂടുതലും ഓർഡേഴ്സ് പിക്കിൾ ഇടുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് വരുന്ന ഓർഡർ എല്ലാം 1 കിലോ, 1/2 കിലോ, പിന്നെ അതിൽ കുറഞ്ഞ് അമ്മയ്ക്ക് വരാറില്ല. 1 കിലോ തന്നെയാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും വരാറ്. പിന്നെ ബൾക്ക് ഓർഡേഴ്സൊക്കെ ഒരുപാടും വരാറുണ്ട് കേട്ടോ. ഓക്കെ, അത് ബിസിനസ് ആ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. കുറച്ച് ഓർഡേഴ്സ് ഇന്നലെ കിട്ടിയതെല്ലാം അമ്മ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കഴിക്കാൻ സമയമായി. കപ്പ റെഡിയായി. ഞാൻ അങ്ങനെ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നു. കപ്പയുണ്ട്, മീൻകറിയുണ്ട്, ചക്കയുണ്ട്, പിന്നെ സാമ്പാറുണ്ട്, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. അധികം കറികളൊന്നും വച്ചില്ല. അമ്മയ്ക്ക് കാൽമുട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടും അമ്മയ്ക്ക് ഒരുപാട് സമയം നിൽക്കാൻ വയ്യാത്തതുകൊണ്ടും ഉള്ളത് കൊണ്ടുമാണ് പോലെ. പിന്നെ ആൻറ്റിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്കും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ അത് വേണം ഇത് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നതിൻ്റെ മനസ്സിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ടാണ് പായസമൊക്കെ ഉണ്ടാക്കിയപ്പോഴേ അമ്മ ആകെ കൂടെ അങ്ങ് തളർന്നു പോയേ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ കപ്പ മീൻ കറിയൊക്കെ വെച്ചപ്പോൾ സമയവും ഒരുപാട് ലേറ്റായി. അമ്മയ്ക്ക് അതിൽ ഇത്രയും മാത്രമേ കൊടുത്തു എന്നുള്ളതിലൊരു തൃപ്തി കുറവുണ്ട്. പക്ഷേ ആൻറ്റിയും പറഞ്ഞു ഇത് മതി, ഇത്രയും മതി, തന്നെ ധാരാളമെന്ന്. അപ്പോഴേക്കും അമ്മ എന്താണ്ട് ഓൺലൈൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. അത് ഫ്ലോപ്പായി പോയി കേട്ടോ. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും ഫ്ലോപ്പ് ആവാറുണ്ട്. ഇതിപ്പോൾ അമ്മ വാങ്ങിച്ച കുറേ സാധനങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. ഇത് ഫ്ലോപ്പായിപ്പോയി. ഗ്ലാസ് ബോട്ടിലാണ്. അത് വലുതെന്നും പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പക്ഷേ തീരെ ചെറുതായിപ്പോയി. പിന്നെ അതിന് റിട്ടേൺ കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ കുറേ സമയം ആൻറ്റിയായിട്ടൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ അമ്മയ്ക്ക് തിരക്കായിരുന്നു. ആൻറ്റിയായിട്ട് സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല. ഉച്ചയ്ക്ക് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ചായ കുടിക്കാൻ സമയം. ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി പോകാനായിട്ട് ഇരുന്നപ്പം പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായക്കടയിൽ പോയി. ചായക്ക് മലയാളികൾക്ക് ചായക്ക് ഈ എണ്ണക്കടികളില്ലാതൊരു ജീവിതമില്ലല്ലോ. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഉഴുന്നുവടയും ഉള്ളിവടയും പരിപ്പുവടയൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിൽ പോയപ്പോൾ അച്ഛന് ഒന്ന് സൈറ്റിൽ പോവേണ്ട ഒരു ചെറിയ ആവശ്യം ഒരാളവിടെ വീട് കാണാനായിട്ട് വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു ഒന്ന് സൈക്കിളോട്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. പോയിട്ട് വന്നപ്പോഴേക്കും ആൻറ്റിയും തേനും പോയി. അങ്ങനെ ആൻറ്റിയോട് വിഷമം പറഞ്ഞു, ആൻറ്റി ഞാൻ വരുന്നതിന് മുന്നേ പോയി കളഞ്ഞല്ലോ. അപ്പോൾ ആൻറ്റി പറഞ്ഞു തേനുവിൻ്റെ അമ്മയൊക്കെ അവിടെ നിന്ന് വീട്ടിൽ വന്നു, അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഞാൻ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റി നേരത്തെ പോയത്. ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതിയാണ് പറഞ്ഞത്. പക്ഷേ ആൻറ്റി പോയി കളഞ്ഞു കേട്ടോ. അങ്ങനെ ആൻറ്റിയും തേനും ഒക്കെ വന്നു. ആൻറ്റി താങ്ക് യു സോ മച്ച്, വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്, ചീമയെ കാണാനായിട്ട് വന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ മിനി ആൻറ്റിയെ പരിചയം ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ താമസത്തിന് വന്നൊരു 2-3 വർഷം കൊണ്ടുള്ള പരിചയം മാത്രമാണ് എനിക്ക് ആൻറ്റിയായിട്ടുള്ളത്. പക്ഷേ ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അതിലും വലുതാട്ടോ. നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ പോലെയാണ് ആൻറ്റി ആയാലും തേനും ആയാലും. ഭയങ്കര കൂട്ടാണ് ഞാൻ ഭയങ്കര കൂട്ടാണ്. എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ ആൻറ്റി പതിയെ വരും കേട്ടോ. കുറേ സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് വിളക്ക് കത്തിക്കാനൊക്കെ നേരം ആകുമ്പോഴാണ് ആൻറ്റി പോകുന്നത്. അതൊരു സന്തോഷം. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനും ആൻറ്റിയും കൂടി ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഭയങ്കര വഴക്കല്ല, ചെറിയ എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാവും. അതൊക്കെ ആ ഒരു സ്നേഹം കൂടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അതപ്പോൾ തന്നെ അത് സോൾവായി, നമ്മൾ കൂട്ടാവും, അത് വേറെ കാര്യം. അങ്ങനെ ആൻറ്റിയും വന്നിട്ട് പോയി. നമ്മൾ എന്നിട്ട് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. നാളെ ചിക്കൻ ബിരിയാണി കഴിക്കാൻ ചീമയ്ക്ക് ഭയങ്കര ഒരു കൊതി. അപ്പോൾ അമ്മ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വെക്കണ്ട, ഞാൻ തന്നെ വെച്ചാൽ മതിയെന്ന്. ഞാൻ ചിക്കൻ ബിരിയാണി വെക്കാൻ ഭയങ്കര എക്സ്പേർട്ടാട്ടോ. ഭയങ്കര എക്സ്പേർട്ടെന്നല്ലെങ്കിലും ഞാൻ അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി വയ്ക്കും ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ വന്ന് അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങണം. മല്ലിയില, പുതിനയില, തക്കാളി എല്ലാം ഉണ്ട്. പക്ഷെ അമ്മ ബിരിയാണി വയ്ക്കണമെന്ന് പറഞ്ഞു. ബിരിയാണിയുടെ സാധനങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചങ്ങ് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ മല്ലിയില, പുതിനയില, അതിന് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പറക്കേട്ടോ. അപ്പോൾ നിൽക്കണു നമ്മുടെ ചേച്ചി. നമ്മളിപ്പോൾ വന്നത് വട്ടിയൂർക്കാവിലുള്ള കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. ഞാൻ കയറുന്നത് തിരുമലയുള്ള കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങാൻ പോയപ്പോൾ നെയ്യ് എൻ്റെ കയ്യിൽ പിടിപ്പിച്ച ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി ഇവിടെ കുന്നിൽ വട്ടിയൂർക്കാവ് കുന്നിൽ നിൽക്കുന്നു. ഇന്നലെ ഞാൻ കുന്നിൽ കയറിയപ്പോൾ ഈ ചേച്ചി അവിടെ ആയിരുന്നു, തിരുമലയായിരുന്നു. ഇന്നിപ്പോൾ വന്നപ്പോൾ ഈ ചേച്ചി ഇവിടെ നിൽക്കുന്നു. വീണ്ടും ചേച്ചിയുടെ നെയ്യുമായിട്ട് വന്നു. പക്ഷെ നെയ്യ് വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോൾ കൊള്ളാം കേട്ടോ. GRB ഇത് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര
ഭയങ്കര ഫേമസ് ആണെന്ന് ആ ചേച്ചി പറഞ്ഞു. പക്ഷെ കുറേ കമൻസ് വന്നു, ബാംഗ്ലൂരും തമിഴ്നാട്ടിലും ഒക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്, നല്ല നെയ്യ്. പിന്നെ ഉപയോഗിച്ചപ്പോഴും കൊള്ളാം കേട്ടോ. പിന്നെ അത് വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ ഇതേ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ ഐസ് ക്യൂബ്സ് വിൽക്കാൻ വെച്ചിരിക്കുന്നു. അത് കൊള്ളാം അല്ലേ സംഭവം. അങ്ങനെ ഞാൻ പെട്ടെന്ന് 7-Eleven ആയോ കുന്നിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. പല പല കാര്യങ്ങളും ഈ 7-Eleven പോലെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലും വരണം. അവിടെയൊക്കെ റെഡി ടു ഈറ്റ് ഫുഡൊക്കെ എന്ത് ഇതായിട്ട് നമ്മൾ വേറൊരു കൺട്രിയിൽ പോകുമ്പോഴൊക്കെ വെച്ചിട്ടുണ്ടാവുന്ന അവരൊന്ന് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി നമുക്കിങ്ങ് തരും. നമുക്ക് കഴിക്കാൻ പെട്ടെന്നൊക്കെ വിശന്ന് നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെയൊക്കെ നമ്മുടെ നാട്ടിലും വരണം അല്ലേ. ഓക്കെ, അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതേ ചീമയ്ക്കൊരു കരിക്ക് വാങ്ങിക്കാനായിട്ട് നിർത്തിയതാണ്. അങ്ങനെ പിന്നെ അച്ഛനും ചീമയും വേദയും കൂടി കരിക്ക് വാങ്ങിച്ചു. കരിക്ക് വാങ്ങിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് കരിക്ക് വാങ്ങാൻ അച്ഛൻ മറന്നുപോയി. അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. കരിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ മറന്നു പോയതാണ്. നമ്മളാരും ഓർമ്മിച്ചതുമില്ല കേട്ടോ. അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് വെട്ടി വാങ്ങിച്ച് കുടിച്ചു. പക്ഷേ കരിക്ക് കൊള്ളത്തില്ലായിരുന്നു. അമ്മയുടെ ശാപമാണെന്ന് തോന്നുന്നു കേട്ടോ. മധുരമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേദയും ചീമയും കൂടി പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ വെള്ളമുള്ള കരിക്ക് ചോദിച്ചു. അപ്പോൾ ആ കരിക്ക് വെട്ടിയ ആൾ പറഞ്ഞു, വെള്ളമുള്ളത് ചോദിച്ചാലും മധുരം കുറവായിരിക്കും, കരിക്കുള്ളത് ചോദിച്ചാലും മധുരം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ആ പയ്യനുണ്ടല്ലോ, ആസാമിയാണ്, 3 വർഷമേ ആയുള്ളൂ കേരളത്തിൽ വന്നിട്ട്. പക്ഷെ മലയാളം സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ സംസാരിക്കുന്നതിനെക്കാട്ടി ഭയങ്കര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാം. അതുകൊണ്ട് മലയാളം കേട്ടിട്ടാണ് ഞാൻ ഏത് നാട്ടുകാരാണ്, എത്ര വർഷമായെന്ന് ചോദിച്ചപ്പോൾ 3 വർഷമേ ആയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും കരിക്കുമൊക്കെ വാങ്ങിച്ച് കുടിച്ച് നമ്മളതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ, ബിരിയാണി വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സൺഡേ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.